ഹലോ ഗൈസ്, ഞാനും ബ്രോഗിലൂടെ 5 വരെ പോകാൻ പോവുക. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അതിലോട്ട് പോവുക. റോബിൻ കണ്ടുവച്ചിരിക്കുന്നു. ദൂരെ ദൂരെ ഏതോ ഗൈസ്, നമ്മൾ താണ്ട മീൻ പിടിക്കുന്ന സ്ഥലത്ത് വന്നു. നമ്മളിവിടെ എവിടെ കണ്ടായിരുന്നു ചൂണ്ട എല്ലാം കൂടെ കവറിൽ കെട്ടി വെച്ചിരുന്നു. പക്ഷേ കാണുന്നില്ല, ആരും എടുത്തോണ്ട്. നമ്മൾ ചൂണ്ട കമ്പ് എടുത്തോണ്ട്. കഴിഞ്ഞ വട്ടം പിടിച്ചത് ഒന്നും കിട്ടിയില്ല. നമുക്ക് ഈ വട്ടം പിടിക്കാം. ഈ വട്ടം പിടിക്കാനുള്ള വിശ്വാസത്തിൽ വന്നേ, പക്ഷെ കിട്ടിയില്ല. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജിജ അവിടെ മണ്ണരെ കുത്തു. പക്ഷെ റബ്ബറിനെ മൂട്ടി കുത്തിയ മണ്ണര കിട്ടുമെന്നുള്ളൊരു സംശയമാണ്. എന്നാലും നമുക്ക് നോക്കാം. അതിൻ്റെ പ്രതീക്ഷ നമ്മൾ കേൾക്കണ്ട. അവൻ ആ കമ്പ് കളയണ്ട. നമ്മൾ അടുത്ത മണ്ണരെ കുത്താനായിട്ട് അടുത്ത സ്ഥലത്തോട്ട് ഇവിടെ കണ്ടായിരുന്നു വെച്ചിരുന്നത്. നമ്മൾ കണ്ട അടിച്ച് നിരത്തി നോക്കി, ആരോ എടുത്തോണ്ട് പോയതാ എന്നാണ് നിഗമനം. വട്ടയിലൊക്കെ പറിക്കുന്നു. മണ്ണര കിട്ടുന്നതിൻ്റെ മുമ്പ് അവൻ ഇരിക്കുന്നതിൻ്റെ മുമ്പ് കാലി കിട്ടുന്ന പരിപാടിയാണ് ജിജ കാണിക്കുന്നത്. എന്നാലും ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കും. പക്ഷേ എനിക്കിവനെ ഇഷ്ടമല്ല, അത് വേറൊരു കാര്യം. ഇവൻ്റെ കഥയൊക്കെ പറഞ്ഞാൽ ഇവനെ നിങ്ങൾ വെറുക്കും. പക്ഷേ അവൻ്റെ കഥ പറയത്തില്ല. അവൻ എന്നെ ചതിച്ച്. അടുത്ത ഫോർച്യൂണർ മേടിച്ചാലേ, അടുത്ത ഫോർച്യൂണർ മേടിക്കാനുള്ള പരിപാടിയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് ക്ലിക്കാവും. എല്ലാവരും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ അതിഥി പറയണ്ട. അടുത്ത മണ്ണരെ കുത്തു. പേടിക്കല്ലേ ഞാൻ. എടാ ഇവിടെയൊക്കെ വളം ഇട്ടുകൊണ്ട് മണ്ണരെ കിട്ടൂ. നോക്കാം ഈ വെള്ളമുള്ള സ്ഥലത്ത്. അല്ലെ നമുക്ക് തെങ്ങിനെങ്ങ് പോയാലേ. ഗൈസ് കിട്ടി. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഇതല്ലേ ഗൈസ്, താത്തുയി ഇതാണ്ട് ഗൈസ്, ഒരു മണ്ണര കിട്ടി. ചെറുങ്ങണിയായതിന് കിട്ടിയൊരു സാധനത്തെ. ഞാനിവിടെ പോയി ഇവനെ സഹായിക്കാൻ ഒരു കമ്പെടുത്തോണ്ട് വരാം. ഞാൻ കുഴിച്ചോളാം, നീ ഇത് പിടിച്ചാൽ മതി. ഏതാ? ഇത് നോക്കിയാൽ മതി. അയ്യോടാ, മുറിച്ച് കളഞ്ഞു. മുറിഞ്ഞതിന് കുഴപ്പമില്ല, എടുത്തോ. നമുക്ക് പിന്നെ മുറിക്കണ്ടല്ലേ. നിങ്ങളിത് കാണണം ഓരോ കഷ്ടപ്പാടുകൾ. ബാക്കിയുള്ള മീൻപിടുത്തക്കാർ അവരൊക്കെ പ്രൊഫഷണല്ലേ. നമ്മൾ പ്രൊഫഷണൽ. നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പിടിക്കുന്ന വലിയൊരു മണ്ണരയാണ് അവൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത റോബിൻ്റെ അടുത്തോട്ടോ. അപ്പോഴത്തേന് ഇവൻ ബാക്കി മണ്ണര തപ്പിട്ട് റോബിൻ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. റോബിൻ ഇവിടെ ഇരുന്ന് ഞാൻ ചെറുതായിട്ട് വീണ് ഗൈസ്. പാൻ്റെ അഴുക്കാടാ ഇത്. ബീപ്പിടണ ചീത്ത വിളിക്കില്ലേ നമ്മൾ നല്ല പിള്ളേർ. വലിയൊരു തുരങ്കമാണ് ഇവൻ കുത്തി വെച്ചേക്കുന്നത്. എടാ അവൻ കുത്തുന്നെടുത്തോടാ. ആ കമ്പെടുത്തോണ്ടോ. അവിടെ ഇഷ്ടം പോലെ. ഇവിടെ കിട്ടത്തില്ല. വേരും വളമൊക്കെ ഇട്ടേക്കുന്നുണ്ടേ. പൊത്ത് തപ്പി പോയ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഷോർട്സ് ഇട്ടിട്ടുണ്ടോ? മറ്റേ ഈ ഉറുമ്പിൻ്റെ പൊത്തിലൊക്കെ കോൺക്രീറ്റ് ഇലക്കി വെച്ച് അതിൻ്റെ കുടുംബം കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിധി ഇതിനകത്ത് ഞങ്ങൾ പണ്ടത്തെ ആൾക്കാർ, ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ വയൽ തീരങ്ങളിൽ ഇങ്ങനത്തെ കുഴി കണ്ട കുടിക്കണം, അതിനകത്ത് നിധി ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ കുഴിച്ച് വെച്ചിട്ട്, നമ്മൾ ഇതുപോലെ കുഴിച്ച് വെച്ചിട്ട് പോയതാ ചൂണ്ട. പക്ഷെ കാണുന്നില്ല. ആരെടുത്തോണ്ട് പോയാൽ ഇനി ഒരു പിടുത്തമില്ല. അറ്റത്തായിരുന്നു സായിപ്പ് പണ്ട് ഒളിച്ചിരുന്ന ഗുഹ. അവിടെ കാണാം, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ഞങ്ങൾ അങ്ങനെ ഇട്ടോളാം അവിടെ. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ ഗുഹ കാണണമെന്നുണ്ടെങ്കിൽ. വീണതാരും കണ്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനേ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ചവിട്ടിയപ്പോൾ തെന്നി അങ്ങ് പോയി. കിട്ടുന്നോടാ എന്തെങ്കിലും എത്ര കിട്ടി? വല ഇട്ടേക്കുവാന്നോടാ. എന്തി
ഈ ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഇച്ചിരി ചടങ്ങാ. ആ വലയുണ്ട് ഗൈ വല. ആ ഇത് ഏതോ പൊട്ടിയ വലയാ. ഇത് നിങ്ങൾക്ക് കാണാമോ അറിയില്ല. ഇവിടെ തേരപ്പാര നടക്കും, ഒരു കുന്തവും കിട്ടുന്നില്ല. എന്നാലും പ്രതീക്ഷ കൈവിടാതെ എല്ലാവരും നമ്മൾ ലാഗ് അടിപ്പിക്കുന്നതിന് അടുത്ത മണ്ണരയൊക്കെ കിട്ടി ചൂണ്ടയൊക്കെ വരുമ്പോഴത്തേന് എടുക്കാൻ കഴിയും. ഐസ് നമ്മൾ താണ്ട ഇവിടുന്ന് വേറെ സ്ഥലമൊക്കെ തപ്പി കണ്ടുപിടിക്കുക. ഇവിടെയൊക്കെ മീനുണ്ടോയെന്ന് അറിയത്തില്ല, ഇട്ട് നോക്കിയാലേ അറിയൂ. അവിടെ കാണാൻ ഇട്ട് നോക്കാം. കണ്ടി കുറ്റിയൊക്കെ അടിച്ച് വെച്ചേക്കും താഴെ. ആ ജിജോ മേളിൽ കയറിപ്പോയി, അവൻ സേഫായിട്ട് കയറിപ്പോയി. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും, എന്നാലും സെന്റ് ജോൺസിലെ സ്കൂൾ ബസ് പോകും. ആ ശബ്ദം കേട്ടാ ഞാൻ പറഞ്ഞു. ആ അതുവഴിയാണ് ബസ് പോകുന്നത് കേട്ടോ. അതുവഴി ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോവും. റോബിന് ഇവിടെ അടുത്ത സ്ഥലങ്ങളൊക്കെ തപ്പുക. എൻ്റെ ജിജോ നമുക്ക് സേവ് ഇട്ട് വരണം. വണ്ടിയിൽ ഇട്ടിട്ടുണ്ട്, നമുക്ക് വണ്ടി ഇപ്പോൾ എടുത്തിട്ട് വരാം. ഞാൻ റോബിൻ്റെ കൂടെ പോവുക. കണ്ട ഇതാണ് വഴി. വഴി നിങ്ങൾ കണ്ടോ? എന്നാലും ഒന്നുകൂടെ കണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ കേട്ട് നിങ്ങൾക്ക് പോവാം. പറയടാ. എന്താണെന്ന് പറയണമെന്ന് വിചാരിച്ചാ നല്ല കാലാവസ്ഥ, മഴയൊന്നുമില്ല. വേണ്ട അത്യാവശ്യം നല്ല നല്ല കാലാവസ്ഥയൊക്കെയാ. അത്യാവശ്യം നല്ല സൂര്യനാണോ ചന്ദ്രനാണോ ആരോ ഇങ്ങനെ ഉദിച്ച് നിൽപ്പുണ്ട് അവിടെ. അടുത്തതിന് നമ്മൾ നമ്മുടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. തറയെ നോക്കി കിടക്കണം, അല്ലേ നേരത്തെ വീണാണെങ്കിൽ വീഴും. വീണതിൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇച്ചിരി പാൻറ്റിൽ മണ്ണായതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ട് തെന്നി വീണേ ഉള്ളൂ. നല്ല വ്യൂ അല്ലേ ഗൈസ്? ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെ നമ്മൾ വിദേശത്തൊക്കെ പോയി നിൽക്കുന്നത്? അല്ല ജോലി കിട്ടാത്തതുകൊണ്ടല്ലേ. ഇനി നമ്മൾ സൂക്ഷിച്ച് നോക്കി കിടക്കണം. ചെറിയൊരു വഴിയുള്ളൂ, വഴി അപ്പുറത്തായിരുന്നു. ഏതാണ്? ആ ഗൈസ് ഒരു തെങ്ങും അടക്കി നിൽക്കുന്നുണ്ട്. ഇത് ചിലപ്പം തത്തയോ എന്തെങ്കിലും ഒരു കിളി കാണും. നമുക്ക് പറ്റുമെങ്കിൽ മേളിൽ കൂടെ കയറിയിട്ട് കുലുക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചൂണ്ട എടുത്തിട്ട് വരാം. നിങ്ങൾ നമ്മളോട് വാ, ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് കൈ പഠിച്ച് പോവാം. ഇപ്പോൾ ഇവിടെ വേണ്ട, നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടാലറിയാം, ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ ഒന്ന് താന്ന് നടക്കാൻ പറ്റുന്ന ഇതായിട്ട് നിൽക്കുക. ആരും അറിയാത്ത വെള്ളത്തിലൊന്നും പോയി ഇറങ്ങില്ല കേട്ടോ ഗൈസ്. കാരണം അറിയാത്തടത്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്നോ കുഴി എവിടേക്കാണെന്നോ പാറ എവിടേക്കാണെന്നോ ഒന്നും അറിയത്തില്ല. ഇവിടെ പിന്നെ നമുക്ക് അറിയാവുന്ന കണ്ടാണ് നമ്മൾ വരുന്നത്. വേറെ എവിടെയെങ്കിലും പോയാൽ വെള്ളത്തിൽ പോലും ഞങ്ങൾ ഇറങ്ങത്തില്ല. ഞങ്ങൾക്ക് പേടിയാണ്. നീന്താൻ അറിയാമെങ്കിൽ പോലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല. നല്ല മഴയുള്ളപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറും. ഇവിടെയൊക്കെ വെള്ളം കയറും. ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അപ്പോൾ വെള്ളമൊക്കെ താന്ന് നല്ല ഇതായിട്ട് കിടക്കുക. ഇത് കണ്ടോ ഗൈസ്, അവിടെ ഒരു ചെറിയൊരു ചാല് പോലെ വരുന്നത്. അത് മേളിൽ നിന്ന് ഉറവയും കണ്ടാന്ന് തോന്നുന്നു. ഊറ്റിറങ്ങി വരുന്ന ഊറ്റി കാണിച്ചു തരാം. ആടാ അതാ. ഇനിയിപ്പോൾ കെട്ടാൻ ഞാൻ പാട്. എനിക്ക് ഒരുവിധം അറിയാം, പക്ഷെ വലിയ മാമൻ കെട്ടിയതിനെ കാവത്തില്ല. നമുക്കൊരു മാമൻ കെട്ടി തന്നായിരുന്നു ഗൈസ്. നല്ല ലോക്കായിട്ട് കെട്ടി തന്നെ. ഇതാ ആ തോട്ടിലോട്ട് പോകുന്ന ഊച്ച്. ഗൈസ് നമുക്ക് രക്ഷകനായിട്ട് താണ്ട നവറും വരുന്നുണ്ട്. നവറിൻ്റെ താണ്ട ചൂണ്ടയൊക്കെ സെറ്റായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇവനാണ് ഇന്നത്തെ നമ്മുടെ രക്ഷകൻ. ഇപ്പോൾ പിടിച്ച ആട്ടെ അവൻ്റെ കയ്യിരിക്കുന്ന ചൂണ്ട കണ്ടാ ഗൈസ്. ഇവൻ പ്രൊഫഷണൽ പിടുത്തക്കാരൻ. ഇവൻ കുറന്തരി തോട്ടി വന്ന് അവിടെ പിടിച്ച് ഇവൻ കൊച്ചു ചൂണ്ടയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രതീക്ഷ താണ്ട ഗൈസ്. ഇത് കണ്ടോ?
70 രൂപ. അതും ഇത് ഇത്ര മാത്രം 70, എല്ലാം കൂടെ 90 രൂപ. ഇതുണ്ട് തങ്കൂസ്. ഇത് വേണ്ട കുറെ കൊളുത്ത് ഈയം എര എല്ലാ സെറ്റപ്പും ഉണ്ട്. ജിജോയുടെ സന്തോഷം കണ്ടോ ഗൈസ്, എരയെ കണ്ടപ്പം റോബിൻ എല്ലാവർക്കും സന്തോഷമായി. അവന് പനിയാ, എന്നാലും കഷ്ടം. അവൻ വിളിച്ചപ്പോഴും ഓടി വന്നു. ഇവനെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അമ്മ എന്നെ അടിക്കും, അത് വേറെ കാര്യം. എന്നെ ഇവനെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ കെട്ടിയിട്ട് മീൻ പിടിക്കാൻ കാണിക്കാം ഗൈസ്. ചാച്ചാ ഒരു ചാച്ചോട്, ചാച്ചോടാ റോബിനെ, ചാച്ചാ. സാറിൻ്റെ വേറെ ചൂണ്ടയൊക്കെ കെട്ടി നവറി എറിയാണ്. നീ ഇങ്ങോട്ട് നോക്കിക്കണേ. വെയിലായതായിട്ടാ മഴ. ഞാൻ വലിച്ചു തരാം. ചങ്കൂസും കളയുവാന്ന് അതിൻ്റെ കൂടെ. അല്ലല്ല, ഇറക്കിയിട്ടാ കുറച്ച്. നവറിന്നാണ് ഗൈസ് എറിയാൻ പോവുക. നീ അച്ഛ ഒരു കയ്യിൽ കെട്ടിയിട്ടാ, എന്നിട്ട് ഇല്ലില്ല അങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റൂല. അവിടെ കിടക്കട്ടെ. അവിടെ പോയി വീണിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റോബിൻ തോണ്ട അവിടെ ഇരിപ്പുണ്ട്. റോബിൻ്റെ അടുത്തോട്ട് പോകാം. റോബിൻ അവിടുന്ന് കൈയെടുത്ത് കാണിച്ചു, പക്ഷെ കണ്ടില്ല. അത് അവൻ അറിഞ്ഞില്ല. നമുക്ക് അവൻ കാണുന്ന രീതി. റോബിനെ ഹായ്. അങ്ങ് പറമ്പിരിക്കും അവൻ. നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോവാം ഗൈസ്. ഇവിടെ ചൂണ്ടയിട്ടിട്ടിരിക്കുക. റോബിൻ ഇവിടെ ഇരിപ്പുണ്ട്. ജിജ ഞാൻ പറയുന്നുണ്ട് അപ്പുറത്ത് തലം വെച്ച് വെച്ചേക്കുക. വ്ളോഗ് ചെയ്യുന്ന ഗൈസ് ഒന്നും കിട്ടുന്നില്ല. ഇതിപ്പോൾ നേർച്ച പോലെ എല്ലാ ദിവസവും വന്ന് ഇവിടെ മീൻ മണ്ണര ഇട്ട് കൊടുക്കുക എന്നുള്ളത് നേർച്ച പോലെ ഇവിടെ ഇപ്പം നടക്കുന്നത്. മീനെ കിട്ടുന്നില്ല. നാളെ ഇനി അടുത്ത സ്പോട്ടിൽ പോകാന്നൊക്കെ. നാളെ ഉച്ചയ്ക്ക് വൈകിട്ടാവും. നാളെ ഇനി അടുത്ത സ്പോട്ടിൽ പോകാൻ. ഇനിയിപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. എന്തായാലും ഇവിടെ പ്രതീക്ഷ കൈവിടാതെ നിൽപ്പുണ്ട്.